ഹലോ നന്ദു സുഖാണോ മോനെ? മാഹിൻ മച്ചാനാണ്. ഓ മച്ചാനെ മനസ്സിലായി. എന്റെ ഒരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫി എടുത്തു തരുമോ? എന്ത് ചോദ്യം, എത്ര വട്ടം മെസ്സേജ് ഇട്ട് നോക്കങ്ങോട്ട്. ആര് കാണാൻ. എന്തായാലും വീഡിയോസ് ഒക്കെ കലക്കുന്നുണ്ട്, വേറെ ലെവല്. പക്ഷെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും പയ്യന്മാരോ പെൺകുട്ടികളോ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് ചെന്ന് പെർമിഷൻ ചോദിച്ച് അപ്പം വീഡിയോ എടുക്കുകയാണ്. നമുക്ക് വീഡിയോയിൽ ആക്റ്റായിട്ട് തോന്നുന്ന ആൾക്കാർ കാണാമല്ലോ. പിന്നെ ചിലവർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ അവർ ക്യാമറയിൽ ഇഷ്ടപ്പെടത്തില്ല, ഓരോരുത്തർ ഇട്ടെടുക്കുന്നില്ലേ. മനസ്സിലായി. അപ്പൊ അങ്ങനെ അത് കുറച്ചുപേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഈ വീഡിയോയിൽ കൊള്ളത്തില്ല, ഫോട്ടോയിൽ കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും നല്ലതായിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇത് ഏത് ക്യാമറയിലാണ് എടുക്കുന്നത്? ചേട്ടാ ഇത് ക്യാമറ അല്ല, ഞാൻ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിലാണ് ഇത്രയും ഭംഗിയായിട്ട് എടുക്കുന്നത് അല്ലേ? എന്നിട്ട് അവർക്ക് പോസ് ഒക്കെ പറഞ്ഞു കൊടുക്കോ? ചിരി, മുടി അങ്ങ് ഇളക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ നല്ല പണി എടുക്കുന്നില്ലേ, നല്ല പണി എടുക്കും ചേട്ടാ. അല്ല നമ്മള് ചിലപ്പം ലുക്ക് അനുസരിച്ച് പോകും, വീഡിയോക്ക് ഓക്കെയാണ്, പക്ഷെ അവർക്ക് എക്സ്പ്രഷനാ ചിരിക്കാനാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൊടുത്ത ആളുകളായിരിക്കും. ഞാൻ കിട്ടണ സമയം കൊണ്ട് പെട്ടെന്ന് നല്ലത് ക്യാപ്ചർ ചെയ്യും. നന്ദുവിന്റെ സ്ഥലം എവിടെ? എന്റെ സ്ഥലം വന്നിട്ട് കാട്ടാക്കട ജില്ലയില്. നന്ദു ഈ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഓൺ ആക്കി അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ, ഒരു സ്ട്രേഞ്ചറിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ചിലർ പറയും വീഡിയോ എന്തിനാണ് എടുക്കുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞിട്ടാണോ ചിലത് എടുക്കുന്നത്, അതോ പെട്ടെന്ന് എടുക്കുന്നതാണോ, എങ്ങനെയാണ്? ചേട്ടാ ഒന്ന് രണ്ടെണ്ണമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചൊരു ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യണവരുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു മെസ്സേജ് എങ്കിലും അയച്ചിരുന്നെങ്കിൽ കൊള്ളാന്നുള്ള കുറെ പേര് ഇങ്ങനെ വരുന്നത്. നമ്മളിപ്പോ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവര് ഇത് കാണണം, നമ്മളൊക്കെ ഇത്രയ്ക്ക് രീതിയിൽ നല്ല രീതിയിൽ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് ആഗ്രഹം കാരണം നമ്മൾ പോയി ചിലത് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നമ്മൾ എത്ര ഇത് ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടം ചെറിയ സസ്പെൻസ് ഉള്ള സാധനമാണ്. രണ്ടെണ്ണമൊക്കെ ചെയ്യുമ്പോൾ അത് കയറും. മനസ്സിലായി. ഇപ്പൊ ട്രിവാൻഡ്രം മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രം ഞാൻ ഇറങ്ങി എല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ തൃശ്ശൂർ പോയി, അതിലൊരു വീഡിയോ എനിക്ക് 1,000,000.5 എന്തോ ആയി ആ ഒരു വീഡിയോ. പിന്നെ കൊച്ചിയിലും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയി ചെയ്യുന്നത് നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് എല്ലാം സെറ്റാക്കി ചെയ്യും. പിന്നെ നമ്മൾ വീഡിയോ ഇപ്പൊ പോയി എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോഴത്തേക്കും അവർക്ക് അതുവരെ ഒരു കുഴപ്പം കാണത്തില്ല. പോസ്റ്റ് ചെയ്ത് വീഡിയോ അത്യാവശ്യം ഒന്ന് കയറും, പറയും വീട്ടിൽ ബോയ് ഫ്രണ്ട് സീനാണ്, വീട്ടിൽ സീനാണെന്നൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ലൊക്കേഷൻ ഇത്രയും ദൂരെ പോയി ചെയ്യുന്നല്ലേ, അപ്പൊ ആ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല ആൾക്കാർക്ക്. നമ്മൾ അവരുടെ അടുത്ത് ആദ്യമേ പെർമിഷൻ ചോദിക്കില്ല, ഇത് ഇടാൻ വേണ്ടി പോവാണ്, ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്? അതെ അതാ നമ്മൾ പെർമിഷൻ ചോദിച്ചാണ്. ഞാൻ എപ്പോ ചോദിച്ചില്ല, അവർക്ക് നോ പറയുകയാണെങ്കിൽ ശരി, ഓക്കെ വേണ്ട, നമ്മൾ എല്ലാം ഓക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യണം. ചിലപ്പം വീട്ടില് സീനാവും, ചിലപ്പോ മനസ്സിലായില്ലേ, ചിലപ്പോ ബോയ് ഫ്രണ്ടിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യും. പക്ഷെ അത് ഭയങ്കര റീച്ച് ഉള്ള വീഡിയോ ആയിരിക്കും, ഇത്രയും കഷ്ടപ്പെട്ടതിന്. അതെ അത് നമ്മൾ ഇത്രയും ലോങ് പോയി ചെയ്യണല്ലേ. നമ്മൾ കൊച്ചി പോയി ഒരു 6 വീഡിയോ എടുക്കുമ്പോൾ ഒരു 3 ഡിലീറ്റ് ആപ്പോ. നന്ദു പണ്ട് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഭയങ്കര വൈറലായിരുന്നു. ഈ സ്ട്രീറ്റ് വീഡിയോഗ്രാഫിയിലേക്ക് വരാൻ കാരണം ഫോട്ടോഗ്രാഫി വിട്ടിട്ട് വീഡിയോഗ്രാഫി ആക്കാന്ന് പറയുന്ന ഒരു തോട്ടം എന്താ വന്നത്? ചേട്ടാ ഞാൻ ചെയ്തോണ്ടിരുന്ന ബൈക്കിന്റെ വീഡിയോസ് ആണ് ഇട്ടോണ്ടിരുന്നത്. ബൈക്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഫേസ് കാണിക്കുക. സത്യം പറഞ്ഞപ്പോ ഈ സംസാരിക്കാൻ മടിയായിരുന്നു. ആ സമയത്താണ് ഈ ഫോണ് ഞാൻ എടുത്തത്. വെച്ചാൽ നല്ല ഫോൺ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും കയറുന്നില്ല, വൈറലാവാത്തതുകൊണ്ട് അങ്ങനെയാണ് ഈ ഐഫോൺ എടുത്ത സമയത്ത് വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഇതായി. എന്ന് വെച്ചാൽ സാധാ നിൽക്കുന്ന ആൾക്കാർ എന്തിനാ ഐഫോണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താലോ എന്ന് വെച്ചാൽ ആരും കുറ്റം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാവരും ഫോട്ടോ ചെയ്യുന്നുണ്ട്, അത് ക്യാമറയിലാണ് കൂടുതലും ചെയ്യുന്നത്. ഫോണിൽ ഞാൻ ദുബായിൽ എന്തൊരു ചെയ്യേണ്ട കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോണിൽ വീഡിയോ ചെയ്ത് എങ്ങനെ ഇരിക്കും. ഇപ്പം വീഡിയോ ആരും ചെയ്തിട്ടില്ല, ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ വീഡിയോഗ്രാഫി ആരും ചെയ്യുന്നില്ല. ഇങ്ങനെ ഫോണിൽ ആരും ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഒരു വെറൈറ്റി അല്ലേ, ഫോണിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് ആണ് ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും വർക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് പോയി ചെയ്യാൻ എന്റെ ഫോണിൽ ആകെപ്പാട് 128 സ്പേസേ ഉള്ളൂ. അന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഈ സ്റ്റോട്ട് വെച്ച് കണ്ടപ്പോഴും ആ ഫോണാണോ യൂസ് ചെയ്യുന്നത്? അതെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞില്ലേ, അത് എനിക്ക് ഭാഗ്യക്കേടായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ആ സമയത്ത് കറക്റ്റ് ചിലപ്പോ എന്നെ കണ്ടതിന്റെ ഭാഗ്യക്കേടായിരിക്കും. ഓക്കെ. നന്ദു ജയകുമാർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ മതി. 1,11,000 ഫോളോവേഴ്സ് ഉള്ള നന്ദുവിന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ നെയിം ഈസ് നന്ദു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതി. ഒരു രക്ഷയില്ല, ഒരുപാട് സൂപ്പർ വീഡിയോസ് ഉണ്ട്. എല്ലാവരുടെയും വീഡിയോ കാണുന്ന ആരാണോ അവരുടെ അടുത്ത് ചെന്ന് പെർമിഷൻ ചോദിച്ച് വീഡിയോ എടുക്കും. പിന്നെ ചിലത് സ്ക്രിപ്റ്റഡും ഉണ്ട്. എന്തായാലും വളരെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാനാണെങ്കിൽ നമുക്കും വീഡിയോ എടുക്കാം. ഓക്കെ, പിന്നെ ശരി, നടക്കട്ടെ. അപ്പോ ടേക്ക് കെയർ.